ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. നിങ്ങൾക്ക് കെമിസ്ട്രി എടുക്കാൻ വന്നിരിക്കുന്നത് സ്വാതി ടീച്ചറാണ്. അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിലത്തെ മക്കൾക്കൊക്കെ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാൽ മാത്രമേ എനിക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളിപ്പോ 7ാമത്തെ ചാപ്റ്റർ അലോഹങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ, നോൺ മെറ്റൽസ്. അപ്പൊ നമ്മൾ ഇതുവരെ ഏതൊക്കെ നോൺ മെറ്റൽസ് പഠിച്ചു? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിജൻ ആണ് കേട്ടോ. ഓക്സിജനും ക്ലോറിനും ആണ്. ഇന്ന് നമ്മൾ ഓക്സിജനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓക്സിജനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയാനുണ്ട്. ഓക്സിജൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഓക്സിജൻ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് കേട്ടോ, മൂലകം അല്ലെങ്കിൽ ഗ്യാസ് അല്ല കേട്ടോ. ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നൈട്രജൻ ആണ് അല്ലെ. നൈട്രജൻ ആണ് നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം. പക്ഷേ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള എലമെന്റ് മൂലകമാണ് ഓക്സിജൻ. മാറിപ്പോരുത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഓക്സിജനെ നമ്മൾ പ്രാണവായു എന്ന് പറയും അല്ലെ. കാരണം എന്താ? നമ്മുടെ ഭൂമിയിൽ പ്രാണൻ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ വേണം അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് ഭൂമിയുടെ ജീവന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. പിന്നെ ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ എങ്ങനെ നിലനിൽക്കുന്നത്? ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഫ്രീ ആൻഡ് കമ്പൈൻഡ് സ്റ്റേറ്റ് ഇൻ എയർ, വാട്ടർ, മിനറൽസ് ആൻഡ് ലിവിങ് ഓർഗാനിസംസ്. അത് ഓക്സിജൻ എന്ന് പറയുന്നത് ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കും. ഫ്രീ സ്റ്റേറ്റിൽ O ആയിട്ടും നിലനിൽക്കുന്നുണ്ട്, O2 ആയിട്ടും നിലനിൽക്കുന്നുണ്ട്. എവിടെ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്നുണ്ട്, വെള്ളത്തിലുണ്ട്, മിനറൽസിൽ ധാതുക്കളിലുണ്ട്, പിന്നെ ലിവിങ് ഓർഗാനിസംസിൽ ജീവജാലങ്ങളിലും ഓക്സിജൻ അടങ്ങിയിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നിലനിൽക്കുന്നുണ്ട്? ഫ്രീ സ്റ്റേറ്റ്, അതായത് സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സംയുക്താവസ്ഥയിൽ O2 ആയിട്ടും നിലനിൽക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഓക്സിജൻ മറ്റ് മൂലകങ്ങളുമായിട്ടും സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിലും ജീവജാലങ്ങളിലും വെള്ളത്തിലും മിനറൽസിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്ന വിധം. ഓക്സിജൻ നമുക്ക് പരീക്ഷണശാലയിൽ നിർമ്മിക്കാൻ പറ്റും. എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ താഴെ KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് കേട്ടോ. KMnO4 കുറച്ച് KMnO4 തരികൾ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ, ബോയിലിംഗ് ട്യൂബിൽ എടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. ഇവിടെ ഒരു ബൺസൺ ബേണർ നമുക്ക് ഇവിടെ കാണാം. അത് വെച്ചിട്ട് ചൂടാക്കണം. ഈ KMnO4 ക്രിസ്റ്റൽസ് നമ്മൾ ചൂടാക്കണം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു രാസപ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് റിയാക്ടൻസ് ആരൊക്കെയാണ്? റിയാക്ടൻസ് എന്ന് പറയുന്നത് ആരാ? KMnO4 മാത്രല്ലേ ഉള്ളൂ. അഭികാരകമായിട്ട് KMnO4 മാത്രമേ ഉള്ളൂ. അപ്പൊ KMnO4 ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിരിക്കുന്ന ബോയിലിംഗ് ട്യൂബ് ചൂടാക്കുക. ബോയിലിംഗ് ട്യൂബിലേക്ക് എരിയുന്ന തീപ്പെട്ടി കൊള്ളി കടത്തി വെക്കുക. നിരീക്ഷണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ ഒരു കത്തുന്ന ഒരു തീപ്പെട്ടി കൊള്ളി ബോയിലിംഗ് ട്യൂബിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഈ കത്തുന്ന തീപ്പെട്ടി കൊള്ളി ഒന്നും കൂടി ആളിക്കത്തും. കാരണം എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. ഓക്സിജൻ എന്ന് പറയുന്നത് കമ്പസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസ് ആണ് അല്ലെ. അതായത് കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ അല്ലെ. ഓക്സിജൻ ഈസ് എ ഗ്യാസ് വിച്ച് ഹെൽപ്സ് കമ്പസ്റ്റൻ. അപ്പൊ അതുകൊണ്ടാണ് ഈ എരിയുന്ന തീപ്പെട്ടി കൊള്ളി അവിടെ ആളി കത്താൻ കാരണം. ഓക്കെ. അപ്പൊ ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരും കേട്ടോ. KMnO4 ക്രിസ്റ്റൽസ് നമ്മളൊരു ബോയിലിംഗ് ട്യൂബിൽ ചൂടാക്കിയിട്ട് അതിന്റെ വായ്ഭാഗത്ത് ഒരു കത്തുന്ന ചന്ദനത്തിരിയോ മെഴുകുതിരിയോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ എന്ന് ചോദിക്കും. എന്തായിരിക്കും? ചന്ദനത്തിരി ആളി കത്തും എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നത് അല്ലെ. അപ്പൊ ഈ രാസപ്രവർത്തനത്തിന് ഒരു സമവാക്യം ഉണ്ടാവുമല്ലോ. നമുക്കൊന്നത് എഴുതി നോക്കാം. KMnO4 നമ്മൾ ചൂടാക്കുക ചെയ്യുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ചൂടാക്കുകയാണ്. ഹീറ്റ് അല്ലെങ്കിൽ താപം എന്ന് എഴുതാം. ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? എന്തൊക്കെ പ്രൊഡക്ട്സ് അവിടെ ഉണ്ടാവും? ഇവിടെ ഒരൊറ്റ റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ. പ്രൊഡക്ട്സ് K2MnO4 പ്ലസ് MnO2 പ്ലസ് O2.
പൊട്ടാസ്യം മാംഗനേറ്റ് ആണ് കേട്ടോ. K2MnO4 is പൊട്ടാസ്യം മാംഗനേറ്റ്. അതിൻ്റെ കൂടെ മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ടാവും. മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ടാവും. ഇത് പൊട്ടാസ്യം മാംഗനേറ്റ് ആണ് കേട്ടോ. മാംഗനേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇവിടെ ഉണ്ടാകുന്ന വാതകം ഏതാന്ന് ചോദിക്കുന്നുണ്ട്. ഓക്സിജൻ ആണ് അല്ലേ. ഇനി നമുക്ക് ഈ സമവാക്യം ഒന്ന് സമീകരിച്ചാലോ, ബാലൻസ് ചെയ്യാം ഇക്വേഷൻ. അപ്പൊ ഇവിടെ 2 പൊട്ടാസ്യം ഉണ്ട്, K2 ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കാം. അപ്പൊ ബാലൻസ് ആയില്ലേ. 2 പൊട്ടാസ്യം ആയി, 2K ആയി, 2Mn ഉണ്ട്. ഇവിടെയും Mn, ഇവിടെ Mn, 2Mn ആയി. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4 × 2 8 ഓക്സിജൻ ഉണ്ട് റിയാക്ടന്റ് സൈഡിൽ. പ്രൊഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, 4 + 2 6, 6 + 2 8. കറക്റ്റ് ആയല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്രവർത്തനം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ ഭൗതിക ഗുണങ്ങളിൽ യോജിച്ചവ കണ്ടെത്തി എഴുതുക. നിറമുണ്ടോ? ഓക്സിജന് നിറമില്ല അല്ലെ. ഗന്ധം, നമ്മൾ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗന്ധം വരുന്നുണ്ടോ? ഇല്ല. ജലത്തിലെ ലേയത്വം, ജലത്തില് ലയിക്കുന്നുണ്ട് അല്ലെ. അല്ലെ, അങ്ങനെയല്ലേ നമ്മുടെ അക്വാറ്റിക് ആനിമൽസ് ഒക്കെ ബ്രീത്ത് ചെയ്യുന്നത്. ജലത്തില് ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജനെയാണ് അവര് ശ്വസിക്കുന്നത്. അപ്പൊ ജലത്തില് ലയിക്കുന്നു. ഇനി ജ്വലന സ്വഭാവം. ഓക്സിജൻ തനിയെ കത്തുന്ന ഒരാളാണോ? തനിയെ കത്തുന്ന ഗ്യാസ് ആണോ? അല്ല, കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ആണ് അല്ലെ. കത്തുന്ന ഗ്യാസ് ആരാണ്? ഹൈഡ്രജൻ ആണ്. കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ ഓക്സിജന്റെ കണ്ടുപിടുത്തത്തെ പറ്റിയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ കണ്ടുപിടിച്ചത്, ഓക്സിജൻ എന്ന വാതകം കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി ആണ് കേട്ടോ. ജോസഫ് പ്രീസ്റ്റ്ലി. ഇനി ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. പക്ഷെ ഓക്സിജൻ എന്നുള്ള പേര് കൊടുത്തത്, ഓക്സിജൻ എന്ന പേര് കൊടുത്തത് ആരാണ്? ലാവോസിയ എന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്സിജന്റെ പേരിന്റെ അർത്ഥം, ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ് കേട്ടോ. ഓക്സിജനിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. അപ്പം ഓക്സിജനിസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നത്. ആ ഒരു പദത്തിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഓക്സിജൻ ഇസ് ഡിസ്കവേർഡ് ബൈ ജോസഫ് പ്രീസ്റ്റ്ലി. കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഓക്സിജന് ആ പേര് കൊടുത്തത് ലാവോസിയ എന്ന സയന്റിസ്റ്റ് ആണ്. അടുത്തത് ഓക്സിജന്റെ വ്യാവസായിക നിർമ്മാണമാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ. നമ്മൾ ഓക്സിജന്റെ പരീക്ഷണശാലയിലെ നിർമ്മാണം കണ്ടു അല്ലെ. KMnO4 ചൂടാക്കുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. ഇത് വ്യാവസായികമായിട്ട് ഓക്സിജനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ് നമുക്ക് ഓക്സിജൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. എങ്ങനെ? വ്യാവസായികമായിട്ട്. അപ്പൊ വൈദ്യുത വിശ്ലേഷണം, ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിലൂടെ വൈദ്യുതിയെ കടത്തിവിടുക അല്ലെ. അപ്പം ജലത്തിന്റെ ഇലക്ട്രോളിസിസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2H2 + O2. ഇങ്ങനെയാണ് നമ്മൾ വ്യാവസായികമായി ഓക്സിജനെ നിർമ്മിക്കുന്നത്. അടുത്തത് ഓക്സിജന്റെ പ്രധാന രാസഗുണങ്ങളാണ് കേട്ടോ. അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഓക്സിജൻ O2 combines with metals and non-metals to form their oxides. ഓക്സിജൻ ലോഹങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്യും. അതേപോലെ അലോഹങ്ങളുമായിട്ടും കമ്പൈൻ ചെയ്യും. എന്ത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്? അവയുടെ ഓക്സൈഡുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ
ഇവിടെ നോക്കിയിട്ടേ, മെഗ്നീഷ്യം റിബൺ നമ്മൾ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? മെഗ്നീഷ്യം നമ്മുടെ വായുവിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. ഇതൊരു മെറ്റൽ ഓക്സൈഡ് അല്ലേ? മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്. അപ്പൊ മെഗ്നീഷ്യം ഓക്സിജനായിട്ട് ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു മെഗ്നീഷ്യം ഓക്സൈഡ്, അതൊരു മെറ്റൽ ഓക്സൈഡ് ആണ്. അതേപോലെ ഒരു നോൺ മെറ്റൽ, നമുക്ക് കാർബൺ എടുക്കാം. കാർബൺ ഒരു നോൺ മെറ്റൽ ആണ് അല്ലെ? കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് നമ്മളിപ്പോ കാർബണിന്റെ കോക്കോ കോളോ കൽക്കരി ഒക്കെ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാർബൺ നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഇതൊരു കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ്. അപ്പം കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഒരു ഓക്സൈഡ് ഉണ്ടാവുകയാണ് അല്ലെ? അതിനെ നമുക്ക് എന്ത് പറയാം? അതൊരു നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണല്ലോ. നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്, ഒരു അലോഹ ഓക്സൈഡ് ആണ്. ഇതൊരു ലോഹ ഓക്സൈഡ് ആണ്. മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ലോഹ ഓക്സൈഡ് ആണ്. CO2 എന്ന് പറയുന്നത് ഒരു അലോഹ ഓക്സൈഡ് ആണ്. അപ്പം എന്താ ഓക്സിജന്റെ പ്രത്യേകത? ഒരു കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസുമായിട്ടും നോൺ മെറ്റൽസുമായിട്ടും കമ്പൈൻ ചെയ്തിട്ട് അവയുടെ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്, കാർബൺ എന്ന് പറയുന്നത് ഒരു അലോഹമാണ് അല്ലെ? കാർബണും ഹൈഡ്രജനും ഒക്കെ അലോഹങ്ങളാണ്. അപ്പൊ ഈ അലോഹങ്ങളുമായിട്ട് ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വാട്ടറും ഉണ്ടാവുന്നു. അപ്പൊ കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാവുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ? അതേപോലെ തന്നെ വെള്ളം ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ജലമാണ് ഉണ്ടാവുന്നത് അല്ലെ? അപ്പം ഓക്സിജൻ കാർബണുമായിട്ട് ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഹൈഡ്രജനുമായിട്ട് ചേരുമ്പോഴോ അവിടെ ജലമാണ് ഉണ്ടാവുന്നത്. ഇത് രണ്ടും ഓക്സിജന്റെ ഡിഫറെന്റ് കെമിക്കൽ വിവിധ രാസഗുണങ്ങളാണ്. പിന്നെ നമ്മളൊരു ലോഹ ഓക്സൈഡുകൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇരുമ്പ് കുറെ കാലം നമ്മൾ അന്തരീക്ഷത്തിൽ എയറുമായിട്ടും വാട്ടർ വേപ്പറുമായിട്ടും ഒക്കെ കോണ്ടാക്ട് വരുമ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നുണ്ട് അല്ലെ? അതായത് അവയുടെ ഇരുമ്പിന്റെ ആ ഒരു തിളക്കം നഷ്ടപ്പെട്ടിട്ട് അവിടെ തുരുമ്പ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവിടെ ഒരു ഓക്സൈഡ് ഫോർമേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇരുമ്പിന്റെ ഒരു ഓക്സൈഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ സിൽവർ ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ കുറച്ചു കാലം ഇടുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ തിളക്കം നഷ്ടപ്പെടും. അതേപോലെ അലുമിനിയ പാത്രങ്ങളുടെ തിളക്കം നഷ്ടപ്പെടുന്നത്, കോപ്പർ ചെമ്പ് പാത്രങ്ങളുടെ തിളക്കം നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് അവയുടെ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ അങ്ങനെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. വിവിധ ലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ അവയുടെ തിളക്കം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും. അപ്പൊ മനസ്സിലായല്ലോ? അടുത്തത് ഓക്സിജന്റെ ഉപയോഗങ്ങൾ. ഒന്നാമതായിട്ട് ഹെൽപ്സ് ഇൻ കമ്പസ്റ്റൻ. നമ്മൾ പറഞ്ഞു അല്ലെ? ജ്വലന സഹായിയായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോഴും ആവശ്യത്തിന് വേണ്ട എയർ സർക്കുലേഷൻ ഇല്ല. നമ്മൾ അടുപ്പത്ത് വിറകൊക്കെ നന്നായി കുത്തി തിരികെ വെച്ച് കഴിഞ്ഞാൽ അത് നേരെ കത്തുവോ? ഇല്ല. അവിടെ ഒരു വായു സഞ്ചാരം വേണം അല്ലെ? ഓക്സിജൻ അവിടെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, അതായത് ഓക്സിജൻ അതിലൂടെ കടന്നു പോയാൽ മാത്രമാണ് അത് നന്നായി കത്തുള്ളൂ. അപ്പൊ ഹെൽപ്സ് ഇൻ കമ്പസ്റ്റൻ. രണ്ടാമത്തെ, റോക്കറ്റ് ഇന്ധനങ്ങൾ ഓക്സീകാരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ റോക്കറ്റ് ഫ്യൂവൽസ്. ഇതൊന്നും കാണാതെ പഠിക്കുന്നതാണ് കേട്ടോ, കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരു ഏരിയ ആണ് അല്ലെ? ഓക്സിജൻ ഈസ് യൂസ്ഡ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ റോക്കറ്റ് ഫ്യൂൽസ്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ നമ്മൾ ഓക്സീകാരിയായിട്ട് നമ്മൾ ഓക്സിജനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൃത്രിമ ശ്വസനത്തിന്, ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ഉപയോഗത്തിൽ പറഞ്ഞു, കാർബോജനിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? എന്താ കാർബോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനിൽ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കാർബോജൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഓക്സിജൻ എത്ര ശതമാനമുണ്ട്? 95% ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് 5% ഉണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും ഉപയോഗമായിട്ട് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എഴുതാൻ പറ്റൂ ട്ടോ. ഇനി നാലാമതായിട്ട് ഓക്സി അസിറ്റിലീൻ ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു.
നിങ്ങൾ വെൽഡിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ആ വെൽഡിങ്ങിൽ അവർ ഒരു ഫ്ലെയിം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ആ ഫ്ലെയിം എന്ന് പറയുന്നത് ഓക്സി അസിറ്റിലീൻ ഫ്ലെയിം ആണ്. അവിടെ അതിൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസോൺ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓക്സിജൻ എന്താന്ന് നമുക്കറിയാം അല്ലെ? ഓക്സിജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയായിട്ട്, ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു തന്മാത്രയായിട്ടാണ് കാണപ്പെടുന്നത്. ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ് ഓക്സിജൻ കാണപ്പെടുന്നത്. എന്നാൽ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഓസോൺ. അതായത് O3 ആണ് ഓസോൺ. ഈ ഓസോൺ എവിടെ കാണപ്പെടുന്നതെന്ന് അറിയോ? നമ്മുടെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. നമ്മുടെ അന്തരീക്ഷത്തെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് വേർതിരിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം അതില് സ്ട്രാറ്റോസ്ഫിയർ എന്ന ലെയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. ഇനി ഓസോൺ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ അന്തരീക്ഷത്തില് ഓക്സിജൻ ഉണ്ടല്ലോ, അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ? അതിലേക്ക് അൾട്രാവയലറ്റ് വികിരണങ്ങള് എന്ന് പറഞ്ഞാൽ വളരെ ഊർജം കൂടിയത്, വളരെ ഹൈ എനർജി ഉള്ള അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഈ അന്തരീക്ഷത്തിലെ ഓക്സിജനെ വന്ന് തട്ടും. അപ്പൊ ഈ ഓക്സിജൻ അതിനെ ആഗിരണം ചെയ്തിട്ട് വിഘടിച്ചു പോകും. അത് ഡീകമ്പോസ് ചെയ്ത് പോകും. വിഘടിച്ചിട്ട് എന്തായിട്ട് മാറും? ഓക്സിജൻ ആറ്റങ്ങളായിട്ട് മാറും. ഈ O2 എന്നുള്ളത് O ആയിട്ട് മാറും. ഈ ഓക്സിജൻ ആറ്റങ്ങൾ വീണ്ടും ഓക്സിജൻ തന്മാത്രകളുമായിട്ട്, അതായത് O2 ആയിട്ട് വീണ്ടും യോജിച്ചിട്ടാണ് ഓസോൺ ഉണ്ടാവുന്നത്. അതിനെ ഒരു സിംഗിൾ ഇക്വേഷനിൽ നമുക്ക് എഴുതാം. UV റേഡിയേഷൻ, അതായത് 3O2 അതിലേക്ക് അൾട്രാവയലറ്റ് വികിരണം വന്ന് ഏൽക്കുമ്പോൾ 2O3 ആയിട്ട് മാറുന്നു. ഈ ഒരു ഇക്വേഷൻ പഠിച്ചോ? ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ നന്നായി പഠിക്കണം. അപ്പം രണ്ട് ഘട്ടമായിട്ടാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിമ്പൽ ഒന്നും നിങ്ങൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പ്രവർത്തനം നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഓക്സിജൻ എന്താ? ഓക്സിജൻ തന്മാത്രയായിട്ട്, ദ്വയാറ്റോമിക തന്മാത്രയായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് എന്ത് വന്നടിക്കുന്നു? UV വികിരണങ്ങളെ ഈ ഓക്സിജൻ തന്മാത്ര ആഗിരണം ചെയ്യുന്നു. എന്നിട്ട് വിഘടിച്ചിട്ട് O ആയിട്ട് മാറും. ഒരു ഓക്സിജൻ തന്മാത്ര രണ്ട് ഓക്സിജൻ ആറ്റങ്ങളായിട്ട് മാറും. ഇനി ഈ ഓക്സിജൻ തന്മാത്ര വീണ്ടും, ഈ ഓക്സിജൻ അല്ല, വേറെ ഓക്സിജൻ തന്മാത്രകൾ ഈ ആറ്റങ്ങളായിട്ട് മാറിയിട്ടുണ്ടല്ലോ, ആ ആറ്റങ്ങളുമായിട്ട് കൂടി ചേർന്നിട്ട് ഓസോൺ ആയിട്ട് O3 ആയിട്ട് മാറും. ക്ലിയർ ആയോ? ഇതുപോലെ ആറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? 2O എന്ന് കണ്ടല്ലോ, ഇതുപോലെ ആറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും വേറെ ഓക്സിജൻ തന്മാത്രകളുമായിട്ട് ചേർന്നിട്ട് ഓസോൺ ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെ ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ വളരെ കൂടുതലായിട്ട് ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ഉണ്ടാവുന്നുണ്ട് O3 ആയിട്ട്. ഈ O3 വീണ്ടും അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നുണ്ട്. അതായത് ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ഈ ഓസോൺ ആഗിരണം ചെയ്യുന്നു. ഈ ഓസോൺ ആഗിരണം ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? അത് വീണ്ടും ഓക്സിജൻ തന്മാത്രകളായിട്ട് മാറുന്നുണ്ട്. മനസ്സിലായോ? ഇത് ഊർജം കുറഞ്ഞ UVനെ ആഗിരണം ചെയ്തിട്ട് ഓക്സിജൻ തന്മാത്രകളായിട്ട് മാറുന്നു. അപ്പൊ ഇതുപോലെ ഈ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്തിട്ട് ഓക്സിജൻ O3 ആയിട്ട് മാറും, ഓസോൺ ആയിട്ട് മാറും, ഓസോൺ തിരിച്ച് ഓക്സിജൻ ആയിട്ട് മാറും. ഇതൊരു ചാക്രിക പ്രവർത്തനം, ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓസോണിന്റെ ആ ഒരു അളവ്, നമ്മുടെ അന്തരീക്ഷത്തില് ഓസോണിന്റെ അളവ് അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു സൈക്ലിക് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളല്ല, ഓക്സിജൻ തന്മാത്രകൾ ആരെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന വളരെ അപകടകാരികളായ അൾട്രാവയലറ്റ് വികിരണങ്ങളെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ? അപ്പൊ ഇവയെ ആഗിരണം ചെയ്തിട്ടാണ് ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നുള്ള UV റേസ് നമ്മുടെ ഭൂമിയിലേക്ക് അധികമായിട്ട് കടത്തി വിടുന്നില്ല. ആര്? ഓസോൺ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഓസോൺ ഒരു കുട പോലെ നമ്മുടെ ഭൂമിനെ സംരക്ഷിക്കുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഓസോൺ പാളിയുടെ ശോഷണം.
അതിനു മുന്നേ നമുക്ക് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്നാൽ എന്താണ് നോക്കാം. CFC എന്നാൽ എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ട്? ഇതൊന്ന് ഈ പേരിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാലോ. ക്ലോറിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, കാർബൺ ഉണ്ട് അല്ലെ. ഇതൊക്കെ അടങ്ങിയ സംയുക്തങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, അല്ലെങ്കിൽ നമ്മൾ CFCs എന്ന് പറയും. അപ്പൊ ഈ CFCയുടെ പ്രത്യേകത, നമുക്ക് പ്രഷർ യൂസ് ചെയ്തിട്ട് ഈ CFCനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഫൈ ചെയ്യാൻ പറ്റും, ദ്രവീകരിക്കാൻ പറ്റും. പ്രഷർ കൊടുത്തിട്ട് നമുക്ക് CFCനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ദ്രവീകരിച്ച ഈ CFC പിന്നീട് ബാഷ്പമായിട്ട് മാറുമ്പോൾ, ഈ ലിക്വിഫൈ ചെയ്തിട്ടുള്ള CFC പിന്നീട് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ നല്ല തണുപ്പ് ഉണ്ടാവുന്നു, അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നു, അവിടെ ഒരു കൂളിംഗ് നടക്കുന്നുണ്ട്. എപ്പോ? ഈ CFCനെ നമ്മൾ പ്രഷർ ഉപയോഗിച്ച് ആദ്യം ദ്രവമാക്കി. ഈ ദ്രവം പിന്നീട് ബാഷ്പീകരിക്കുകയാണ്, പിന്നീട് വേപ്പറൈസ് ചെയ്യാണ്. അപ്പൊ വേപ്പറൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ആ തണുപ്പ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പണ്ട് കാലത്ത് റെഫ്രിജറേറ്ററും, പണ്ട് കാലത്തല്ല, കുറച്ചു കാലം മുന്നേ വരെ റെഫ്രിജറേറ്ററുകളിലും പിന്നെ ACസിലൊക്കെ നമ്മൾ CFC ഉപയോഗിച്ചിരുന്നു. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു ഉപകരണങ്ങൾ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അത് ഉപേക്ഷിക്കാൻ കാരണം? ഈ റെഫ്രിജറേറ്ററും CFC ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? റെഫ്രിജറേറ്ററും AC ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഈ CFC നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പുറത്തേക്ക് വരും. അപ്പൊ ഈ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന മെയിൻ ഒരാളാണ് ഈ CFC എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ പഴയ ACന്നും ഫ്രിഡ്ജിന്നും ഒക്കെ വരുന്ന CFC അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഫ്രിഡ്ജിലും ACയിലും ഒന്നും CFC അല്ല ഉപയോഗിക്കുന്നത്. പകരം ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, HFC എന്ന് പറയും. എന്താണത്? ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണുകൾ, ലിക്വിഡ് അമോണിയ, ഖര കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണുകൾ, ലിക്വിഫൈ ചെയ്ത ഹൈഡ്രോ കാർബൺസ് ഉപയോഗിക്കുന്നുണ്ട്, ലിക്വിഡ് അമോണിയ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പറഞ്ഞു ഡ്രൈ ഐസ് എന്ന് പറഞ്ഞു അല്ലെ. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിനും കൂളിംഗ് ഉണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഐസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനൊക്കെ കൂളിംഗ് ഉണ്ട്. അപ്പം CFCക്ക് പകരം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസും പിന്നെ ഇതുപോലുള്ള ലിക്വിഡ് അമോണിയ, ഖര കാർബൺ ഡൈ ഓക്സൈഡ് അതൊക്കെയാണ് കേട്ടോ. പിന്നെ സെപ്റ്റംബർ 16 ആണ് അന്താരാഷ്ട്ര ഓസോൺ ദിനം, ഇന്റർനാഷണൽ ഓസോൺ ഡേ എന്ന് പറയുന്നത്. എന്നാണ്? സെപ്റ്റംബർ 16 ആണ് കേട്ടോ. ആ ഒരു ഡേറ്റ് കൂടി ഓർത്ത് വെക്കുക. ഇപ്പൊ നമ്മൾ ക്ലോറോ ഫ്ലൂറോ കാർബണുകളെ പറ്റിയിട്ട് പറഞ്ഞു. ഇത് ഓസോൺ പാളിയെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അത് നമുക്ക് നോക്കാം. ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബൺ കലരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇത് എങ്ങോട്ട് പോകുന്നറിയോ? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകും. സ്ട്രാറ്റോസ്ഫിയറിൽ ആരുണ്ട്? ഓസോൺ ഉണ്ട് അല്ലെ. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയിട്ട് ഈ ക്ലോറിനും ഫ്ലൂറിനും കാർബണൊക്കെ സ്വയം വിഘടിക്കും. സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ ഇവ സ്വയം ഡീകമ്പോസ് ചെയ്യും. സ്വയം വിഘടിച്ചിട്ട് ഈ ക്ലോറിൻ ഉണ്ടല്ലോ, ഈ ക്ലോറിൻ നമ്മുടെ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിക്കും. അതായത് O3നെ ഈ ക്ലോറിൻ വിഘടിപ്പിച്ചിട്ട് ഓക്സിജൻ ആക്കിയിട്ട് മാറ്റും. മനസ്സിലായല്ലോ? ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ ഇവ സ്വയം വിഘടിക്കും. ക്ലോറിനും ഫ്ലൂറിനും ഒക്കെ ആയിട്ട് മാറും. ഈ ക്ലോറിൻ നമ്മുടെ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ചിട്ട് O2 ആക്കിയിട്ട് മാറ്റും, അല്ലെങ്കിൽ ഓക്സിജൻ ആക്കി മാറ്റുന്നു. ഈ ഓസോൺ, അപ്പൊ ഇത് സ്വയമേ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അല്ലെ. ഓസോൺ ഓക്സിജൻ UV റേസിനെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ ഓസോൺ ആയിട്ട് മാറുന്നു. ഓസോൺ എനർജി കുറഞ്ഞ UV റേസിനെ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ ആയിട്ട് മാറുന്നു. അത് തന്നെ നടക്കുന്ന ഒരു സൈക്ലിക് പ്രോസസ് ആയിരുന്നു. അതുവഴി ഓസോണിന്റെ ആ ഒരു എമൗണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഇക്വിലിബ്രിയം ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
ഒരു ഇക്വിലിബ്രിയം സൈക്കിളായിട്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഈ ക്ലോറിൻ വഴി, ക്ലോറിന്റെ ആ ഒരു ഇടപെടൽ വഴി ഇവിടെ വിഘടിച്ചിട്ട് ഓക്സിജൻ ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? ആ സൈക്ലിക് പ്രോസസ്സിന് അത് ആ ഇക്വിലിബ്രിയം അവിടെ ഡിസ്റ്റർബ്ഡ് ആവുക ചെയ്യുന്നത്. ആ ഒരു സൈക്ലിക് പ്രോസസ്സ് അവിടെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അപ്പം അത് അസന്തുലിതമാവുന്നു. ആ ചാക്രിക പ്രവർത്തനം അവിടെ അസന്തുലിതമാവുന്നു. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഓസോൺ പാളി ശോഷണം നടക്കുന്നത്. ഓസോൺ ലെയറിന്റെ ശോഷണം നടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ക്ലോറിൻ നമ്മുടെ ഓസോണിനെ വിഘടിപ്പിച്ചിട്ട് ഓക്സിജൻ ആക്കിയിട്ട് മാറ്റുന്നു. അപ്പൊ അത് ഒരു സ്വാഭാവിക ചാക്രിക പ്രവർത്തനത്തെ അത് അസന്തുലിതമാക്കുന്നു. അതുവഴി ഓസോണിന് ശോഷണം സംഭവിക്കുന്നു. അപ്പോൾ ഈ ഓസോൺ ലെയറിന് ശോഷണം സംഭവിക്കുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുന്നത് ഓസോൺ ആണ് അല്ലെ? ആ അൾട്രാ വയലറ്റ് റേസ് അത് അബ്സോർബ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു അല്ലെ? കാരണം ഓസോൺ പാളി അവിടെ ശോഷിച്ച് വരികയാണ്. അപ്പം ആ അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുക ചെയ്യുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് അത് അല്ലെ? നമ്മുടെ ജീവജാലങ്ങളുടെ എക്സിസ്റ്റൻസിനൊക്കെ അത് ബാധിക്കും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓക്സിജനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പൊ എല്ലാവരും ഈ ടോപ്പിക്സ് ഒക്കെ നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മൾ ഇത് തീർക്കാൻ ശ്രമിക്കാം ട്ടോ. ക്ലോറിനും പിന്നെ നമ്മുടെ ലെറ്റ്സ് അസസ് ആ ഫൈനൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.